ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായ ശേഷം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുനമ്പം വിഷയം വഖഫ് പ്രശ്നങ്ങൾ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ലീഗിന് ഇരട്ടത്താപ്പാണ്, UDF-ന് വ്യക്തതയുള്ള നിലപാടില്ല, മാത്രമല്ല BJP ഈ കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ്. ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒരു മഹാറാലി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയുണ്ടായി. അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നു. ഈ വഖഫ് പ്രശ്നവും മുനമ്പം വിഷയവും എടുത്തു വെച്ചിട്ട് ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തെ സങ്കീർണമാക്കുക, അതിനെ നീട്ടിക്കൊണ്ടു പോവുക, അതിന്റെ പേരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അത് മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലീഗിന് ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമേ ഉള്ളൂവെന്നും അത് മുനമ്പത്തുകാരുടെ ഭൂമി അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുതെന്നാണെന്നും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ലീഗ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുമാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ലീഗിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ലീഗിന്റെ ഈ വിഷയത്തിലെ സമീപനത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പാണ് എന്ന് ആക്ഷേപിക്കുന്നത്? അല്ല, അതിന് ഗോപികൃഷ്ണ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നതാരാണ്? കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണികളാണ്. ഒന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തും, രണ്ടാമത് നരസിംഹറാവുവിന്റെ കാലത്ത് 1995-ലും, പിന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2013-ലും. അന്ന് 2013 ഈ നിയമം പാസ്സാക്കുമ്പോൾ LK അദ്വാനി, സുഷമ സ്വരാജ്, ജെയ്റ്റ്ലിയെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള BJP-യുടെ MP-മാർ ഉൾപ്പെടെ കൈയടിച്ച് പിന്നെ സമ്മതം മൂളിയാണ് ഈ നിയമത്തിന്റെ ഭേദഗതികളെല്ലാം പാസ്സാക്കിയത്. അപ്പോൾ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുഖം നഷ്ടപ്പെട്ടത് BJP-യുടെ മാത്രമല്ല, കോൺഗ്രസിന്റെ കൂടിയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ BJP ഇത് കബളിപ്പിക്കാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ ഒറ്റപ്പെടുത്തി വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇതിൽ കബളിപ്പിക്കുകയാണെന്നും ഈ ബില്ലിന്റെ അന്നത്തെ അവതരണത്തിലും, ഈ ബില്ല് പാർലമെന്റിൽ 6 മാസം മുമ്പ് അവതരിപ്പിച്ചപ്പോഴും ഇതിന് ചർച്ചയ്ക്ക് വന്നപ്പോഴും ഇടതുപക്ഷ ശക്തികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ ഇത് തെറ്റാണെന്നും ഇതിലൂടെ ഒരു കബളിപ്പിക്കലാണെന്നും ഇതുകൊണ്ട് വഖഫ് നിയമം മാറത്തില്ല എന്നും കൃത്യമായി പറഞ്ഞത് ഗോപികൃഷ്ണന് ഓർമ്മയിലുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിനൊരു മുൻകാല പ്രാബല്യമില്ല. ഇത് പുതുതായിട്ട് ഒന്നും ഇതിനകത്തില്ല. ഇത് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വോട്ട് രാഷ്ട്രീയമാണെന്നുള്ളവർ ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞു. ഈ കിരൺ റിജിജു ഈ ചർച്ചയിൽ പാർലമെന്റ് നടന്നപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമല്ലോ? അവിടെ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ആരോപണങ്ങൾ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ നിയമം ഇത് ഇന്ത്യയിലെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള നിയമമാണ്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വന്നൊരു നിയമമാണ്, ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാന്നാണ് പറഞ്ഞത്. അന്ന് അപ്പോൾ ഇവിടെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് CPM പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിയ മുനമ്പം പിന്നെ സമരത്തിൽ BJP കടന്നു കയറി അതിനെ ഹൈജാക്ക് ചെയ്തതിന്റെ ഇരട്ടത്തപ്പം എന്താണെന്ന് അതിലൂടെ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അവിടെ നിന്ന് പ്രസംഗിച്ചെന്താ? അവിടെ നിന്ന് പ്രസംഗിച്ച അതിന്റെ തയ്യാവർത്തന അവിടെ പിന്നെ അവിടുത്തെ സമര പന്തലിൽ ഇരുന്നവർ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് ബോധ്യമാകുന്നില്ല, ഞങ്ങളെ കബളിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾക്ക് കോടതി പോകാൻ, സുപ്രീം കോടതി വരെ പോകാന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഒരു നിയമം ഭേദഗതി അവിടെ പാസ്സാക്കിയത്? അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ പ്രസക്തമല്ല. ഇനി കോൺഗ്രസിനെ കുറിച്ച് പറയാം. കോൺഗ്രസിന്റെ പ്രതിപക്ഷ ബഹുമാനപ്പെട്ട VD സതീശൻ ഏതാണ്ട് ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് മുനമ്പത്തെത്തി ഒരു പ്രസംഗം നടത്തി. അതിൽ ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത 24-ൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് വഖഫ് ഭൂമിയല്ല, സംസ്ഥാന സർക്കാർ മനസ്സ് വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു. ഇതേ പിന്നെ VD സതീശൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പാടെ മാറ്റി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഭയന്ന് മാറ്റിയത്? അത് മുസ്ലിം ലീഗിന്റെ ശക്തമായിട്ടുള്ള പ്രതികരണത്തെ ഭയന്നിട്ട് മാത്രമാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ നിന്നും കേരളത്തിൽ ജോസഫ് ഗ്രൂപ്പിനെ പ്രതികരിച്ച് പാർലമെന്റിൽ MP ആയിരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് ഇതേ ഇരട്ടത്താപ്പാണ് കാണിച്ചത്. മുനമ്പത്തി എന്ന ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് അവിടെ ചെന്ന് പ്രസംഗിച്ചു, ഞാൻ പാർലമെന്റിൽ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കോട്ടയത്ത് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചു പറഞ്ഞു. അതിൽ നിന്നെന്താ മനസ്സിലാക്കുന്നത്? മുനമ്പത്തെ പാവപ്പെട്ട 640 പിന്നെ 604 അവിടുത്തെ പിന്നെ വരുന്ന കുടുംബാംഗങ്ങളെ കബളിപ്പിക്കുമായിരുന്നു ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചോളം കേരളത്തിൽ ഒരു കാരണവശാൽ അവർക്ക് ഒരു വേര് ഇറക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ മുനമ്പം വിഷയം ഞങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കുമെന്നും അതിനുവേണ്ടി ഞങ്ങൾ പാർലമെന്റ് നിയമം കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങളുടെ സമരവേദികളിൽ ഏതാണ്ട് 180ഓളം ദിവസവും പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചതി, വഞ്ചന,
ഇന്ന് പാടെ തകർന്നിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് കേരളത്തിന്റെ സർക്കാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഭരണകക്ഷിയും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നുള്ള വസ്തുതാപരമായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ നിയമത്തിൽ നിന്ന് അവർക്ക് പരിരക്ഷ കിട്ടാം.